ഹവാല ഇടപാടുകളിലൂടെയും അഴിമതിയിലൂടെയും വിദേശത്തേക്ക് ലക്ഷക്കണക്കിന് രൂപ കടത്തിയെന്ന കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കം. ഇതിനു മുന്നോടിയായുള്ള ശക്തമായ സാമ്പത്തിക ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്ന തിടുക്കത്തിലാണ് കേന്ദ്ര അന്വേഷണ ഏജൻസി. ആവശ്യമായ തെളിവുകളുടെ ലഭ്യത പൂർത്തിയാകുന്നതോടെ ഏത് നിമിഷവും വീണയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇഡി കടന്നേക്കും. ഈ സാഹചര്യത്തിൽ പിണറായിയും വിശദ നിയമോപദേശങ്ങൾ തേടുന്നുണ്ട്. മുൻകൂർ ജാമ്യം എടുക്കാൻ വീണയ്ക്ക് കഴിയുമോ എന്നതാണ് പരിശോധിക്കുന്നത്. വിദേശത്തേക്ക് 85 ലക്ഷം രൂപ അനധികൃതമായി ഹവാല മാർഗത്തിലൂടെ കടത്തിയെന്ന ഗുരുതര കണ്ടെത്തലിൽ വീണയ്ക്കെതിരെ വിദേശ നാണയ വിനിമയ ചട്ടം അഥവാ ഫെമ നിയമപ്രകാരം കേസെടുക്കാൻ ഇഡി നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ രേഖകളുടെ പൂർണ്ണ വിവരങ്ങൾ പരിശോധിച്ച ശേഷം പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ വീണയെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. വ്യക്തമായ മറുപടി നൽകിയില്ലെങ്കിൽ കേസെടുക്കുകയും ചെയ്യും. വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ വീടുകളിലും പ്രമുഖ സ്ഥാപനങ്ങളിലും കഴിഞ്ഞ ദിവസം ഇഡി നടത്തിയ മിന്നൽ റെയ്ഡുകളിൽ അതിനിർണായകമായ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. ഈ രേഖകളുടെയും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും സൂക്ഷ്മ പരിശോധന കൊച്ചി ഇഡി ഓഫീസിൽ പുരോഗമിക്കുകയാണ്. റെയ്ഡുകളിൽ ലഭിച്ച തെളിവുകളുടെയും ഇലക്ട്രോണിക് ഫോറൻസിക് പരിശോധനാ ഫലങ്ങളുടെയും വിലയിരുത്തൽ പൂർത്തിയായാൽ ഉടൻ വീണയ്ക്ക് ഔദ്യോഗികമായി നോട്ടീസ് അയക്കും. വീണയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ മുഹമ്മദ് റിയാസിന്റെ മൊഴിയും ഇഡി രേഖപ്പെടുത്തും. ഹവാല ഇടപാടിൽ നേരിട്ടുള്ള പങ്കാളിത്തം വ്യക്തമായാൽ റിയാസിനെയും കേസിലെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തും. അന്വേഷണത്തിൽ ഇഡിക്ക് ലഭിച്ച ഏറ്റവും നിർണായകമായ തെളിവ് വീണയുടെ സ്വന്തം കൈപ്പടയിലുള്ള കുറിപ്പുകളാണ്. 20.05 കോടി രൂപയുടെ വലിയ സാമ്പത്തിക ഇടപാടുകളും ചെലവുകളും വീണ കൈപ്പടയിൽ എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിലാണ് ദുബായിലെ ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക് 85 ലക്ഷം രൂപ ഹവാലയെ കൈമാറുന്ന വിവരം വ്യക്തമാക്കിയിരിക്കുന്നത്. വിശ്വസ്തരായ ചില ഇടനിലക്കാരെയും വ്യക്തികളെയും ഉപയോഗിച്ചാണ് ദുബായിലേക്ക് തുക കടത്തിയത്. റിസർവ് ബാങ്കിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരം വൻ തുക വിദേശത്തേക്ക് കൈമാറുന്നത് ഫെമ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായതിനാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള നിയമവശങ്ങൾ അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. വീണയുടെ കുറിപ്പുകളിൽ പണം കൈമാറാൻ സഹായിച്ച ഇടനിലക്കാരുടെയും വ്യക്തികളുടെയും പേരുകൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഈ വ്യക്തികളെ ഉപയോഗിച്ച് കോഴപ്പണം വിദേശത്തേക്ക് കടത്തുകയായിരുന്നുവെന്നാണ് ഇഡിയുടെ പ്രാഥമിക നിഗമനം. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ എന്നിവയുടെ സയന്റിഫിക് പരിശോധനയിലൂടെ കൂടുതൽ ഹവാല വഴി തിരിച്ചുവിടലുകൾ പുറത്തു കൊണ്ടുവരും. CMRL കമ്പനിയിൽ നിന്നും എക്സാലോജിക് സൊല്യൂഷൻസിന് ലഭിച്ച 2.78 കോടി രൂപ കൃത്യമായ മാസപ്പടി കോഴപ്പണം തന്നെയാണെന്ന ഉറച്ച നിലപാടാണ് ഇഡി. എക്സാലോജിക് സൊല്യൂഷൻസിന് കാര്യമായ ബിസിനസ് വരുമാനമില്ലാതായിരുന്നിട്ടും ലഭിച്ച വൻതുകയും വീണയുടെ യഥാർത്ഥ വരുമാനവും ഒത്തുനോക്കുമ്പോൾ ഇത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനമാണെന്നത് വ്യക്തം. ചോദ്യം ചെയ്യലിന് മുന്നോടിയായി സാങ്കേതിക തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി സിം കാർഡ് വിവരങ്ങളും ഇഡി നിരീക്ഷിച്ചു വരികയാണ്. റിയാസിന്റെ സുഹൃത്തായ നന്ദുലാലിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ സിം കാർഡാണ് വീണ ഉപയോഗിച്ചിരുന്നതെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. തങ്ങളുടെ ഔദ്യോഗിക പേരിലല്ല എന്നതിനാൽ റൂട്ടർ വഴി വൈഫൈ കണക്ഷനായാണ് ഇത് പ്രവർത്തിപ്പിച്ചിരുന്നത്.